മൊത്തത്തിൽ ഞാൻ കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഉദ്ധരിക്കുമ്പോൾ ഞാൻ എടുത്തുദ്ധരിച്ചു ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകം. ആദ്യമായിട്ട് ഞാൻ അത് നാലാമത്തെ തെളിവ് പറഞ്ഞതൊന്ന് കേൾക്കട്ടെ. കേട്ടോ മൗലവിമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, എന്തായിരുന്നു? ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമിങ്ങളെ കൂട്ടി കൂട്ടുപ്രാർത്ഥന നടത്താതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമിങ്ങളെ വഞ്ചിച്ചവനായി എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, പറയാണ് ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂറുകൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു, ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാം ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മഅ്മൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. ഇതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന് മൗലവി പറയുന്ന മറുപടികളാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ആദ്യം തന്നെ ഒന്നാമത്തെ കളവ്, മൗലവിയുടെ കളവ് നമ്പർ 1 നോക്കിക്കോളൂ. അയാൾ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ അവിടെ പറയുന്നത് എന്ന് അയാൾ പറയും. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണോ അവിടെ പറയുന്നത്? ഖുനൂത്തിന്റെ ദുആ പോലെയും അത് പോലോത്ത ദുആ പോലെയും എന്നാ പറഞ്ഞത്. അത് പോലോത്ത ദുആ നിസ്കാരത്തിലുള്ളതാണോ? അല്ല. കാരണം അതിന്റെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? നിസ്കാരത്തിൽ ഏകവചനം കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതന്നെ. അപ്പൊ നിസ്കാരത്തിലെ ദുആയെ സംബന്ധിച്ചല്ല ചർച്ച. അത് അതിന്റെ ആദ്യ ഭാഗം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അതൊന്ന് വെച്ചു കൊടുക്കുമ്പോനെ പറ്റിച്ചതല്ലേ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മറുപടി പറയാം. കിതാബിൽ നിങ്ങൾ വായിച്ച ഉദ്ധരണി അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉദ്ധരണിയാണോ, അതോ നിങ്ങൾ പറ്റിച്ചതല്ലേ ഈ ജനങ്ങളെ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല അല്ല, മൗലവിയാണ് മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. മൗലവിയാണ് പറ്റിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് അവിടെയുമില്ല, ഒരു സ്ഥലത്തുമില്ല. മൗലവിയുടെ ജീവൻ പോകുന്നത് വരെ അത് തെളിയിക്കാനും സാധ്യമല്ല. ഖുനൂത്തിനെ സംബന്ധിച്ചും ഖുനൂത്ത് പോലെ ഇമാമും മഅ്മൂമീങ്ങളും നടത്തേണ്ടുന്ന മറ്റു ദുആകളെ സംബന്ധിച്ചുമാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് മാത്രമാണെന്ന് എവിടെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി ഇബ്നുൽ ഖയ്യിമിൽ നിന്നെടുത്തുദ്ധരിക്കൂ മൗലവി, ഇബ്നു തൈമിയിൽ നിന്നെടുത്തൊന്ന് ഉദ്ധരിക്കൂ മൗലവി. മറിച്ച് ഇബ്നുൽ ഖയ്യിം വ്യക്തമായി അതിന്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, വൽ മഹ്ഫൂദു ഫീ അദ്ഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ളിൽ ഇഫ്റാദി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും അതാ ഒറ്റക്കുള്ള പ്രാർത്ഥനയാണ്, കൂട്ടുപ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം ഇത് പറയുന്നത് തന്നെ. അത് മൂടി വെച്ചിട്ടല്ലേ മൗലവി മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. പറ്റിക്കുന്നത് മൗലവിയാണ് മുജാഹിദേ. ഇനി കേട്ടോ സലഫി നുണ നമ്പർ 2.
നിങ്ങൾ പറ്റിച്ചതല്ലേ ഇവിടെയുള്ള ജനങ്ങളോട്. ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നത് എവിടെയാണെന്ന് കൂടി പറയട്ടെ. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മൗലവി പറഞ്ഞതുപോലെ ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം തന്നെ സാദുൽ മആദിൽ ഇല്ല. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ ഇല്ല. മറിച്ച് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും ഏകവചനത്തിന്റെ വാചകം കൊണ്ടാണെന്ന് പറയുന്ന ഫസ്ലിൽ, ആ ഫസ്ലിലാണ് ആ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ. നേരെ തിരിച്ചാണ് മൗലവി പറഞ്ഞത്. കളവാണ് മുസ്ലിമീങ്ങളെ, ഈ മൗലവി കള്ളം പറയുകയാണ് മുസ്ലിമീങ്ങളെ. ഞാനത് വായിച്ചു കേൾപ്പിച്ചില്ലേ? ഫസ്ലുൻ വൽ മഹ്ഫൂദു ഫീ അദ്ഇയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ദിൽ ഇഫ്റാദ്. നിസ്കാരത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, കൂട്ടുപ്രാർത്ഥനയല്ല എന്ന അധ്യായത്തിലാ പറയും. അവിടെ ഇമാമിന്റെ പ്രാർത്ഥനയുടെ അധ്യായം എന്ന അധ്യായം തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നടത്തിയ മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ളതാണ്, കൂട്ടുപ്രാർത്ഥനയല്ല, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന അധ്യായത്തിൽ അതുള്ളത്. എന്നിട്ട് നേരെ തിരിച്ച് പച്ചക്കള്ളം പറഞ്ഞതാണ് മൗലവി. ഇനി കേട്ടോളൂ മൗലവിയുടെ നുണ നമ്പർ 3. ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ കള്ളത്തരമാണെന്ന്? ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ പറഞ്ഞത് കള്ളത്തരമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കള്ളം കേട്ടില്ലേ നിങ്ങൾ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മൗലവി ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന ഏതെങ്കിലും ഒരു സാദുൽ മആദിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുമോ? ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന വല്ല സാദുൽ മആദിലും ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ അങ്ങനെ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യായം, എന്തധ്യായം? ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം വേറെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ മൗലവി. എവിടെ വരുന്നുണ്ട്? ഏത് കിതാബിൽ വരുന്നുണ്ട്? സാദുൽ മആദിൽ അങ്ങനെ ഒരു ബാബു, ഒരു അധ്യായം, ഒരു ഫസ്ല് മൗലവി കാണിച്ചു തന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കയ്യിന്റെ അടിയിൽ രോമം പറിച്ചു തരും കേട്ടോ. പച്ചക്കള്ളം പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ശുദ്ധ നുണ ഇങ്ങനെ തട്ടിവിടുകയാണ്. ഇത് ശുദ്ധ നുണയാണ് മുസ്ലിമീങ്ങളെ, തർക്കമില്ലാത്ത നുണ. എന്നിട്ട് കള്ളത്തരമല്ലേ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, മൂപ്പര് പറയുന്നത് കള്ളത്തരം തന്നെയാണെന്ന് ഇതാ വെളിച്ചത്തായിരിക്കുന്നു. സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ അങ്ങനെ ഒരു അധ്യായമേ ഇല്ല. ഇനി കേട്ടോ അടുത്തത് മൗലവിയുടെ നുണ നമ്പർ 4. എന്താ മൂപ്പര് പറയാൻ പോകുന്നത്? മൂപ്പര് പറയാൻ പോകുന്നത് സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാ മൂപ്പര് പറയാൻ പോകുന്നത്. എന്താ മൂപ്പര് പറയുന്നത്? സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാമ്, ശരിക്കും മനസ്സിലാവും, ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ ഒരു അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാണ് അയാൾ പറയുന്നത്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. വെച്ചു കൊടുത്തവനെ
സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. അങ്ങനെ ഒരു അധ്യായം ഇല്ലേ മുജാഹിദുകളെ? അങ്ങനെ ഒരു അധ്യായം ഇല്ലേ സലഫികളെ? ഉണ്ടോ? ഉണ്ടോ? സെലഫിയുടെ സീഡിയും എടുത്ത് കറങ്ങുന്ന ഓരോ മുജാഹിദിന്റെ യുവ പ്രവർത്തകനോടും ചോദിക്കുന്നു, വയസ്സുള്ള പ്രവർത്തകരോടും ചോദിക്കുന്നു, MSകാരനോട് ചോദിക്കുന്നു, ISMകാരനോട് ചോദിക്കുന്നു, KNMകാരനോട് ചോദിക്കുന്നു. അങ്ങനെ ഈ മൗലവി പറഞ്ഞ പോലുള്ള ഒരു അധ്യായം, ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ ഉണ്ടേ മുസ്ലിയാക്കളെ എന്നല്ലേ നിങ്ങളെ സെലഫി പറഞ്ഞത്? അങ്ങനെ ഒരു അധ്യായം ഓ മുജാഹിദേ, സെലഫി എന്റെ മുന്നിൽ വരുന്നില്ല. നിങ്ങൾ മുജാഹിദിന്റെ ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകളോട് ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആൺകുട്ടികളെ പോലെ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സാദുൽ മആദിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളെ മൗലവി പറഞ്ഞ 4 നുണകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കാണിച്ചു തരാമോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് നമ്മള് സലഫി നുണവീരൻ? ഇനി കേട്ടോളൂ മൗലവിയുടെ അടുത്ത നുണ. മൗലവിയുടെ അടുത്ത നുണ കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ മൂപ്പര നുണ? മൂപ്പര് പറയുന്നു, ഈ ഹദീസും ഈ ഹദീസിന് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യയും പറഞ്ഞ വിവരണവും അത് തെളിവാവൂല. എന്താ തെളിവാത്തതിന്റെ കാരണം? ഇത് അധ്യായം വേറെയാണ്. വേറൊരു അധ്യായത്തിൽ പറഞ്ഞാൽ തെളിവല്ലാതിരിക്കോ? ഒരു സംഗതി അധ്യായം മാറിയാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കേട്ടുള്ളൂ, ഹൈലിനെ സംബന്ധിച്ച് പറയുന്ന, മെൻസസിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ തലാഖ് ചൊല്ലുന്നതിന്റെ ഒരു മസല പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് തലാഖിന്റെ അധ്യായത്തിലല്ല പറഞ്ഞുകൊണ്ട് തലാഖ് പോകില്ലാന്ന് തരുമോ? അധ്യായം ഏതായാലും സംഗതി നടക്കൂലേ? അപ്പൊ ഓനെ പറയുന്നത് അധ്യായം വേറെ അധ്യായത്തിലാണ് പറഞ്ഞത്. അതാ മൂപ്പര കാര്യമായ തെളിവ്. അതിനാണ് ഇനി ഞാൻ സാദുൽ മആദ് വെച്ചിട്ട് തെളിവ് പറയാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് നടപ്പാക്കിയ സുന്നത്തുകൾ, അവിടുന്ന് കാണിച്ചു തന്ന ചര്യകൾ, അതിനൊരു അധ്യായം ഈ സാദുൽ മആദിന്റെ 170-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. അതാ സ്ക്രീനിൽ കാണാം. ഫസ്ലുൻ ഫീ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഖളാഇൽ ഹാജത്ത്. ഈ അധ്യായത്തിൽ എവിടെയെങ്കിലും ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇബ്നുൽ ഖയ്യിം പറയുന്നില്ല. ശരിക്കും മനസ്സിലാക്കിയ ചോടി. ഈ അധ്യായത്തിൽ ഖിബലക്ക് തിരിഞ്ഞ് വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഖിബലക്ക് തിരിഞ്ഞ് വിസർജിക്കാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. അത് എവിടെയാ പറയുന്നത് നിങ്ങൾ? ഫസ്ലുൻ ഇദാ തഅമ്മൽത അഹ്വാല ഹാദൽ ഖൽഖി, സൃഷ്ടികളുടെ അവസ്ഥകൾ നീ ശരിക്ക് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു തആല കൊടുത്ത, മനുഷ്യന് കൊടുത്ത പ്രത്യേകതകൾ, മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, സ്ഥലങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. അത് എത്രാമത്തെ പേജ്? 49-ാമത്തെ പേജ്. വിസർജനത്തിന്റെ മര്യാദകൾ പറയുന്ന അധ്യായത്തിന്റെ 120 പേജുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തുന്നത്? വമിൻ ഖവാസിഹാ, ഖിബ്ലയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഐലൻ, വീണ്ടും, അന്നഹു യഹ്റുമു ഇസ്തിഖ്ബാലുഹാ വസ്തിദ്ബാറുഹാ ഇൻദ ഖളാഇൽ ഹാജതി, വിസർജന സമയത്ത് ഖിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാണ്. ഇതെവിടെയാ പറയുന്നത്? വിസർജനത്തിന്റെ മര്യാദകൾ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി സാദുൽ മആദിൽ പറയുന്നതിന്റെ 120 പേജുകൾക്ക് മുമ്പ് കിതാബിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും അള്ള ചില സംഗതികൾക്ക് കൊടുത്ത പ്രത്യേകതകളെ സംബന്ധിച്ചും പറയുന്ന സ്ഥലത്താണ് ഈ വിസർജിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണെന്ന മസ്അലയും നിയമവും പറയുന്നത്. ഇയാളെ കണക്കിന് എങ്ങനെ അറിയോ? അത് ഈ ഖളാഉൽ ഹാജത്തിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, വിസർജനത്തിന്റെ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് അള്ളാന്റെ മഹത്വവും അള്ള മഹത്വം കൊടുത്തതിന്റെ മഹത്വവും പറയുന്ന സ്ഥലത്തല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഹറാമാണെന്ന് വരൂല എന്നായിരിക്കും മൗലവിന്റെ കണ്ടുപിടുത്തം. ഇനി ഞാൻ ചോദിക്കുന്നു,
ഇങ്ങനെ സാദുൽ മആദിൽ ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ, നിഷേധിക്കാൻ കഴിയോ? ഖുബിലക്ക് മുന്നിടൽ ഹറാമാണ് വിസർജിക്കുന്ന സമയത്ത് എന്ന നിയമം അത് പറഞ്ഞത് വിസർജനത്തിന്റെ അധ്യായത്തിലാണോ അല്ല മറ്റു അധ്യായത്തിലാണോ? മൗലവി ഗണ്ണന പ്രസംഗമാണിത്. ഇത് പേരോട് അബ്രഹ്മാൻ സഖാഫിയുമായിട്ട് നടത്തുന്ന ഗണ്ണന പ്രസംഗമാണ്, പഠിച്ചോളണം. ഇത് ഷാർജയിലെ റൂമിൽ ഒരു വിവരവുമില്ലാത്ത 4 അൽമനാറും വായിച്ചിട്ട് ഞാനാണ് ഏറ്റവും വലിയ വിവരമുള്ളവരെന്ന് ധരിച്ച് ഇങ്ങനെ കച്ചത്ത് അൽമനാറും വെച്ച് നടക്കുന്ന മുജാഹിദിന്റെ വിവരമില്ലാത്ത ജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നടത്തി ഇറക്കുന്ന CD അല്ല കേട്ടോ, ഇത് പേരോടിനോടുള്ള കണ്ണന പ്രസംഗമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ കയറി വിവരക്കേട് പറഞ്ഞാൽ ഓ മൗലവിമാരെ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഓ മുജാഹിദുകളെ, ഇദ്ദേഹത്തിന്റെ CD-യും എടുത്തിട്ട് റോമാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, വീടാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികള് നിങ്ങളോട് ചോദിക്കും, ഈ സാദുൽ മആദിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേട് മുഴുവനും അവരെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി അവരോടെങ്കിലും ഒന്ന് പറയൂ മുജാഹിദേ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ വരാൻ, ഈ കിതാബുകൾ പരിശോധിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നാദാവിന് ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ കിതാബ് എന്റെ മുന്നിൽ വന്ന് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, എന്തേ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പണ്ടേതായാലും ഫലിച്ചിട്ടുണ്ട് എന്ന് ഉറച്ചല്ലോ. ഇതുവരെ ഏതായാലും മൗലവിക്ക് ഫലിച്ചു എന്ന് ഉറച്ചല്ലോ. ഇനി ഫലിക്കുന്നതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മൗലവി. മൂപ്പര് പറയാണ്, അതിന് നല്ല മറുപടി അങ്ങ് കൊടുത്ത് ഞാൻ സെലഫി നല്ല മറുപടി അങ്ങ് കൊടുത്തു. എന്നാ മൂപ്പര് മറുപടി പറഞ്ഞത്, മൂപ്പരെന്നെ എന്താ മറുപടി പറഞ്ഞത്? ആൺകുട്ടികളുണ്ടോ വരാൻ എന്നാണേ ചോദിച്ചേ. അതിന് മൂപ്പരെന്താ മറുപടി പറഞ്ഞോ? ആൺകുട്ടികൾ ഉണ്ട്, വരാനല്ല. പിന്നെ ആൺകുട്ടികൾ ഉണ്ട് ഞാൻ നല്ല മറുപടി അങ്ങ് കൊടുത്ത്, വരാനില്ല, ആൺകുട്ടികൾ ഉണ്ട്. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ. മൂപ്പര് ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. സാദുൽ മആദ് പൊക്കി പിടിച്ചപ്പോഴേക്ക് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെയാണ് പറഞ്ഞ്, നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറയാമോ എന്നല്ല, ആൺകുട്ടികൾ എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിച്ച് പരിശോധിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞ വാചകം അത് നിങ്ങൾ എന്റെ വാക്കിൽ നിന്നൊന്ന് കേട്ടോളൂ എന്ന് വെച്ചോടുക്ക്. കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു സർവ മൗലവിമാരെയും. ഗണ്ണന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനി മേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. കണ്ടില്ലേ, എന്റെ മുന്നിൽ വരാൻ തയ്യാറാകണം, കിതാബ് പരിശോധിക്കാൻ തയ്യാറാകണം, വായിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മൗലവിന്റെ മറുപടി എന്താണ്? നിങ്ങളെ മുന്നിൽ വരുമെന്നല്ല, കിതാബ് വായിക്കുന്നല്ല, പരിശോധിക്കുന്നല്ല, ആൺകുട്ടികളുണ്ട്. അതാണ് മൂപ്പര മറുപടി. എനിക്ക് കേട്ടോളി, ചില സംഗതിയെല്ലാം മറുപടി മൂപ്പരാ പറയാ എനിക്ക് വേണ്ടി. അങ്ങനെ മൂപ്പര എനിക്ക് വേണ്ടി എന്റെ മറുപടി അറിയുന്നൊന്ന് കേട്ടോളി. എന്തേ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? മൗലവി തയ്യാറാകാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് മൗലവി തയ്യാറാകി. സാദുൽ മആദ് എന്റെ മുന്നിൽ വെച്ച് വായിക്കാൻ തയ്യാറാവുക, എന്റെ മുന്നിൽ പരിശോധിക്കാൻ തയ്യാറാവുക. ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ വീരപ്പനൊന്നുമല്ല, ഞാൻ ഒന്നും ചെയ്യൂല. നിങ്ങൾ എന്റെ മുന്നിൽ വരിക, കിതാബ് വായിക്കുക, അർത്ഥം പറയാ, അതേ വേണ്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർ കൂടി സ്ഥലം നിശ്ചയിക്കാം. മൗലവി സൗകര്യമുള്ള ഒരു പൊതുസ്ഥലം എവിടെ പറഞ്ഞാലും, ഇനി അതിന് വിഷമം വേണ്ട, കോഴിക്കോട് കടപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നാദാപുരത്തായിക്കോട്ടെ, എവിടെയായാലും തർക്കമില്ല. ഇനി മൗലവി കട്ടുപ്പാറയാണെങ്കിൽ ഏറ്റവും സന്തോഷമായി. എന്നിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക. അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനിയുണ്ട് മൂപ്പര് ഇൻഷാ അല്ലാഹ് പറയും. അത് ഞാൻ ശരിക്കും മാഷാ അല്ലാഹ് ആക്കി തരാം. എന്താ മൂപ്പരെ ഇൻഷാ അല്ലാഹ് എന്നറിയോ? മൂപ്പരെന്താ പറയോ?
നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും മൂപ്പര് പറയാ, എന്നോട് പറയാണ്, നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും ആണുങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും നിങ്ങളുടെ തട്ടിപ്പ് വെളിച്ചത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിപ്പുണ്ട് മൂപ്പര് വെക്കുന്നത്. അത് വെച്ചാൽ എന്തെന്നാ വെളിച്ചത്താകുക എന്നറിയാം നിങ്ങൾ? വെളിച്ചത്താകുക എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ. എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ എന്താണ്? എന്റെ മുന്നിൽ വരാൻ തയ്യാറുണ്ടോ, വായിക്കാൻ തയ്യാറുണ്ടോ, പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ വെളിച്ചത്താകുക. അപ്പോ ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? മൗലവിന്റെ വഞ്ചന. അത് വെളിച്ചത്താക്കാൻ വേണ്ടി മൂപ്പര് ഇൻഷാ അല്ലാഹ് പറയുന്നു കേട്ടോളി. നിങ്ങൾ ആ വഞ്ചന നടത്തിയതും നിങ്ങൾ ആൺകുട്ടികളുണ്ടോ, ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റൂല, ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും ഇവിടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ തട്ടിപ്പ് ഇവിടെ വെളിച്ചത്താക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മൗലവിന്റെ തട്ടിപ്പ് മൗലവി ആ ക്ലിപ്പിങ് വെക്കുമ്പോ മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ശരിക്കങ്ങ് വ്യക്തമാവും. ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുണ്ടോ എന്നല്ല, ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ കിതാബ് പരിശോധിക്കാൻ എന്നാണെന്ന് ശരിക്കങ്ങ് വെളിച്ചത്താവും. അതുകൊണ്ട് വെക്കൂ മൗലവി, വെക്കൂ. കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. പറഞ്ഞിട്ടില്ല അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് കണ്ടോ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ പിന്നത്തെ വാചകം. പരിശോധിക്കാൻ മൂപ്പര് പറയുന്നില്ല. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. പരിശോധിക്കാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുക ആൺകുട്ടികളുണ്ടേ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ മൂപ്പര് തിരിച്ചൊന്ന് ചോദിക്കട്ടോ? ചോദിക്കട്ടെ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ. ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആയിരക്കണക്കിന് ആൺകുട്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. തെളിയിക്കാൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളെ പോലെ ആൺകുട്ടി ഉണ്ടെന്ന് മാത്രമല്ല പറയുന്നത്, തെളിയിക്കാൻ ആൺകുട്ടിയായി പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. തെളിയിക്കാൻ ഈ പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. ഇവിടെ വെച്ച് തന്നെ തെളിയിച്ചു തരുന്നുമുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇനി മൗലവിക്കുണ്ട് ഒരു രണ്ടാമത്തെ വെല്ലുവിളി, പുതിയ വെല്ലുവിളി. ആ ഹാദിസായ വെല്ലുവിളി ഒന്ന് വെക്ക്. സാദുൽ മആദ് ഇപ്പോഴും ചോദിക്കണേ. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിൽ നിങ്ങൾ വായിച്ച ഇബാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാം തിരിഞ്ഞിരുന്ന് മഅ്മൂമുകളുമായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് ആ കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇപ്പോഴും ആവർത്തിച്ച് മറുപടി പറയുന്നു. സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. ആവർത്തിച്ച് മറുപടി പറയുന്നു. മൗലവി എന്റെ മുമ്പിൽ വന്നിട്ട് കിതാബ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. മൗലവിയുടെ വഞ്ചന, മൗലവിയുടെ വഞ്ചന. അത് ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല, മുജാഹിദുകളെ മുന്നിൽ നടക്കൂ. ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല. പരിശോധിക്കാൻ തയ്യാറുണ്ടോ? കിതാബ് വെച്ച് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾക്ക് ആ കിതാബ് വെച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് അർത്ഥം വെച്ച് ഒന്ന് പറയാൻ സാധ്യമാണോ? ഞാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾക്ക് ആ കിതാബ് വെച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് അർത്ഥം വെച്ച് ഒന്ന് പറയാൻ സാധ്യമാണോ? ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ്. നാം മുമ്പ് പറയും, ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തന്നു. നിസ്കാരത്തിലെ സർവ്വ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്.
അത് മൂടി വെച്ചിട്ട് മൗലവി ജനങ്ങളോട് പറയാണ്, ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ നാ മൗലവി ചോദിക്കുന്നത്. അത് നിങ്ങൾ കേട്ടതിന്റെ ശേഷം നിങ്ങൾക്ക് ഞാനൊരു രസം കേൾപ്പിച്ചു. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല, ആണെങ്കിൽ മൗലവി കുടുങ്ങാൻ പോവുകയാണ്. കാരണം ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ച നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെങ്കിൽ മൗലവി നിങ്ങൾ എങ്ങനെ ദ്വാരക്കേണ്ടി വരിക? റബ്ബി ഫിർലി എന്ന് പറയാൻ പറ്റുമോ? റബ്ബി റഹ്മനി എന്ന് പറയാൻ പറ്റുമോ? വർസുഖ്നി എന്ന് പറയാൻ പറ്റുമോ? വഹ്ദിനി എന്ന് പറയാൻ പറ്റുമോ? വആഫിനി എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായ എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു എന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഏകവചനം കൊണ്ട് ഇമാം പ്രാർത്ഥിച്ചാൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞതെങ്കിൽ മൗലവി നിങ്ങളെ കൊണ്ട് എത്തയിടിക്കലല്ലേ? നിസ്കാരത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തിക്കാനുള്ള ഏർപ്പാടായില്ലേ? അപ്പൊ നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ ഖദ്ദംനാ എന്നാക്കി മാറ്റണ്ടേ? നിങ്ങൾ റബ്ബി ഗ്ഫിർ ലനാ എന്ന് അതാ ഇരുത്തത്തിൽ പറയണ്ടേ? മൗലവി നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന് നിങ്ങളെ വാദപ്രകാരം കുടുങ്ങുന്നത് നിങ്ങളല്ലേ? വഞ്ചന നടത്തുന്നത് നിങ്ങളാണെന്ന് ലോകത്തിന് മനസ്സിലാവുകയല്ലേ? എന്നാൽ നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് എന്നുള്ള വാദാരത അയാള്. എന്നിട്ട് അയാളെന്താ പറയുന്നത്? പേരോട് റബ്ബി ഫിർ ലനാ എന്ന് പറയേണ്ടി റബ്ബി ഫിർലി എന്ന് പറയാൻ പറ്റൂല. അതൊന്ന് കേട്ടോ നിങ്ങൾ. നിങ്ങളല്ലേ വഞ്ചന നടത്തുന്നത്. ആ കിതാബിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ കിതാബിൽ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് വഞ്ചകനല്ലേ? നിങ്ങൾ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ അല്ലെങ്കിൽ കുറ്റ്യാടിയിലെ നിങ്ങളുടെ ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിന്റെ പള്ളിയിൽ നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ മൂത്രക്കല്ല് ശൂര് തെറിപ്പിക്കുന്ന കറാമത്തുള്ള നിങ്ങളുടെ കേന്ദ്രത്തിന്റെ പള്ളിയിൽ മൂത്രക്കല്ല് മണിക്കൂറുകൾ കൊണ്ട് തെറിച്ചുപോയ എത്രയോ ആളുകൾ എഴുതിയ കത്ത്, ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രസവിക്കപ്പെടാത്ത എത്രയോ സ്ത്രീകൾ 10, 15, 20 കൊല്ലായിട്ട് എത്രയോ സ്ത്രീകൾ സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ട് അവർ ഗർഭിണികളായി പ്രസവിച്ചത് നമ്മൾക്ക് എഴുതിയ കത്തുകൾ ഫയലിൽ നമ്മുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറുള്ള കത്തുകളും ഫോട്ടോ സഹിതം വരെ നമ്മളെ CD തന്നെ നമ്മൾ കാണിക്കുകയും കൂടി ചെയ്തിരുന്നു. അങ്ങനെ കുട്ടികളെ കിട്ടിയ ആളുകളെ അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ആരും ഞങ്ങൾക്ക് എഴുതിയിട്ടില്ലട്ടോ ഷൂ എന്ന് പറഞ്ഞ് തീർച്ചു, മൂത്രക്കല്ല് ഷൂ എന്ന് പറഞ്ഞ് തീർച്ചു എന്ന് ആരും എഴുതിയിട്ടില്ല. ഈ മൗലവിന്റെ വാദപ്രകാരം അയാൾ സത്യം പറയുന്ന ആളാണ്. അപ്പൊ മൂത്രക്കല്ല് തെറിക്കുമ്പോ ഷൂ എന്ന ശബ്ദം കേൾക്കണമെങ്കിൽ അതാര് മൂത്രയിക്കുമ്പോൾ തെറിച്ചതായിരിക്കണം. അല്ലെങ്കിൽ മൗലവി അപ്പറഞ്ഞതും ഒരു കളവാണെന്ന് വന്നാൽ കളവിന്റെ ലീച്ചിൽ ഒരു പട്ടികയിൽ ഒന്നും കൂടി കൂടും കേട്ടോ. ഗർഭമില്ലാത്ത പെണ്ണുങ്ങൾക്ക് നേർച്ചയാക്കിയാൽ ഉടനെ ഗർഭം ധരിക്കുന്ന ആ കേന്ദ്രത്തിലെ പള്ളിയില്ലേ, ആ പള്ളിയിൽ നിങ്ങൾ ഇമാമത്തിനൊന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്ക് എത്ര വാചകം പ്രാർത്ഥിക്കുന്നുണ്ട്? 2 സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വർസുഖ്നി എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഇമാം നിന്നിട്ട് നിങ്ങൾ മുന്നിലുള്ള മഅ്മൂമീങ്ങളുടെ മുമ്പിൽ ഇമാമായി നിന്ന് കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഞ്ചകനല്ലേ? നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയാറില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി എന്ന് മഅ്മൂമീങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വഞ്ചന നടത്താറില്ലേ? ആ ഉദ്ധരണിയിൽ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് പറഞ്ഞത് മൗലവിയല്ലേ? അപ്പൊ മൗലവി അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു റബ്ബി ഗ്ഫിർലി എന്ന് പറയുന്നത് വഞ്ചനയാണെന്ന് മൗലവി എത്തയിട്ട് സമ്മതിച്ചില്ലേ? വഞ്ചകനാരാ മൗലവി? നിങ്ങളെ വാദപ്രകാരം ആരാ വഞ്ചകനാകുന്നതെന്ന് ഒന്ന് ശരിക്ക് ഇരുന്നെന്ന് ചിന്തിക്കൂ മുജാഹിദേ. ആരാ വഞ്ചകനാകുന്നത്? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് വഞ്ചിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം വിവരിച്ചതായി പറഞ്ഞതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വേണമെങ്കിൽ അതാ അരണയെ പോലെ മറതി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. നിസ്കാരത്തിന്റെ ഉള്ളിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന്. പറഞ്ഞത് പേരോടല്ലല്ലോ, അത് നിങ്ങളല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്നല്ലേ അല്ലാഹുമ്മ ഗ്ഫിർലി പറയാറ്. അതുകൊണ്ട് അതൊന്നുകൂടി വെച്ചു കൊടുക്കുമോനെ. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ?
നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ, റബ്ബി ഫിർലി നിസ്കാരത്തിലല്ലേ, അത് പറഞ്ഞ് നിങ്ങളല്ലേ. അപ്പോൾ വഞ്ചിച്ചത് മൗലവി അല്ലേ? ഓ മൗലവി, ഞാൻ നീട്ടുന്നത് നിങ്ങൾ നീട്ടി പറ്റിക്കാനാണോ വിചാരിച്ചത്? പക്ഷേ ഞാൻ നീട്ടുന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കാനാണ്, നിങ്ങൾ നീട്ടുന്ന കള്ളം പഠിപ്പിക്കാനാണ് കേട്ടോ. മൂപ്പര് പറയുന്നു ഞങ്ങളും കിതാബ് കണ്ടവരാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാനിങ്ങനെ കിതാബ് പൊക്കി പിടിക്കുമ്പോ മൂപ്പരും കാണാറുണ്ട്. അത് വെച്ചു കൊടുക്കുവാനെ കിതാബ് ഞങ്ങളും കണ്ടവരാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കിതാബിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. കിതാബ് വായിക്കാൻ അറബിയൊട്ട് അറിയുകയുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണോ? വാജ്പേയിയെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഒരു അറബി പത്രത്തിൽ വന്നപ്പോ അത് വാജ്പേയിന്റെ മൗലിദാണെന്നല്ലേ മൗലവി മനസ്സിലാക്കിയത്? മൂപ്പര തിരിവാടല്ലേ, കിതാബ് മനസ്സിലാകുന്ന ഒരു കോലമല്ലേ. എന്നിട്ട് വായിച്ചതോ അത് വായിച്ച് നമ്മൾ കേട്ടതല്ലേ എന്ന് വെച്ചു. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഈ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി ഉണ്ടല്ലോ, ആ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി മൗലവി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ പറയുന്നു, മഅ്മൂമീങ്ങൾ കൂടി ആമീൻ പറയൽ ആവശ്യമായ കുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം കാര്യം മാത്രം ഇമാമ് പ്രാർത്ഥിച്ചാ പോരാ. നാസിലത്തിന്റെ കുനൂത്താണെങ്കിലും ഇനി വിത്തറിന്റെ കുനൂത്താണെങ്കിലും ഏത് കുനൂത്താണെങ്കിലും അത് വേറെ വിഷയമാണ്. അങ്ങനെ മഅ്മൂമീങ്ങളെ കൂടി പങ്കെടുപ്പിക്കൽ, അവരുകൂടി പങ്കുചേരൽ ആവശ്യമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് വഞ്ചനയാണ്. ഖുനൂത്തിലെ പ്രാർത്ഥന പോലെ വനഹ്വിഹി, അത് പോലോത്ത പ്രാർത്ഥന പോലെയും, ഖുനൂത്ത് പോലോത്ത പ്രാർത്ഥന പോലെയും. എന്താണ് ഈ പോലോത്തത് എന്ന് ആദ്യം മൂപ്പര് വിവരിച്ചിട്ടുണ്ട്. എന്താ വിവരിച്ചത്? അത് ഇമാമ് ദുആ ചെയ്യുമ്പോ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥന. അതിൽ മഅ്മൂമിങ്ങൾ ആമീൻ പറയുകയും ചെയ്യും, വയസ്തരിക്കൂന, അവർ കൂറുകൂടുകയും ചെയ്യും. അങ്ങനത്തെ പ്രാർത്ഥന ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് എന്നറിയിക്കുന്ന ഉദ്ധരണിയാണ് ഇബ്നുൽ ഖയ്യിമിന്റേത്. അതിന് മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ഖുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകളിൽ പ്രാർത്ഥനകളിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടതെന്നറിയോ മൗലവി? അറബി അറിയെങ്കിൽ കനഹ്വി ദുആഇൽ ഖുനൂതി എന്നാ പറയേണ്ടി. കദുആഇൽ ഖുനൂതി വനഹ്വിഹി എന്നല്ല. കനഹ്വി ദുആഇൽ ഖുനൂതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം പോലെയാവും. ഖുനൂത്തിന്റെ ദുആ പോലോത്തതിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് പറഞ്ഞേണ്ടാണ് കദുആഇൽ ഖുനൂതി വനഹ്വിഹി, ഖുനൂത്തിന്റെ ദുആ പോലെയും വനഹ്വിഹി, ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. മനസ്സിലായോ? അപ്പൊ അറബി പഠിക്കണം, കിതാബ് കണ്ടാ പോരാ, കിതാബ് ഓതി പഠിക്കണം. കാരണം ഈ മൗലവി കുടുങ്ങുന്നത് കാണുന്നില്ലേ നിങ്ങൾ? കിതാബ് കണ്ടവരാ, കണ്ടിട്ട് കാര്യമുണ്ടോ? അപ്പോ ഖുനൂത്തിലെ ദുആ പോലെ വനഹ്വിഹി, ആ ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. അത് ഈ നിസ്കാരത്തിൽ എന്നല്ല, ഖുനൂത്തിന്റെ പ്രാർത്ഥന. അതിന്റെ പ്രത്യേകത ഇമാമും മഅ്മൂമും കൂറായിട്ട് നടത്തുന്ന പ്രാർത്ഥന. അത് നിസ്കാരത്തിലുള്ളത് ഖുനൂത്ത്, നിസ്കാരത്തിന്റെ പുറത്തുള്ളത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം ചെയ്യട്ടെ, വനഹ്വിഹി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വേറൊരു ദുആ വേണ്ടേ? എന്നാ നിങ്ങൾ കൊണ്ടുവാ നിസ്കാരത്തിൽ ഖുനൂത്ത് അല്ലാത്ത വേറൊരു ദുആ ബഹുവചനം കൊണ്ട് നടത്തേണ്ടത് കൊണ്ടുവാ. ഖിറാഅത്തിനെ സംബന്ധിച്ചല്ലേ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതണ്ട, അത് ഖിറാഅത്ത. ഖിറാഅത്തുൽ ഫാത്തിഹ നിർബന്ധം, ദുആഉൽ ഫാത്തിഹത്തല്ല. ശരി, അതും കൊണ്ട് വിവരക്കേടുമെന്ന് പറയണ്ട. അപ്പോ അല്ലെങ്കിൽ അതുകൊണ്ട് വഞ്ചന മാത്രം വെക്കാൻ മാത്രമാവുക ചെയ്യുക. അത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഓതിയില്ലെങ്കിൽ അത് പിന്നെ വെറും വഞ്ചന മാത്രമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്ക് മൗലവി പറയണം, വേറെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ വനഹ്വി എന്നൊരു വേറൊന്നുണ്ടെങ്കിൽ പറ. നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വേറെ ഇല്ല, ഞാനല്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ മഖ്ബറയിൽ പോയി പറ. വേറൊന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളത്തരാണ്. ഞങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥം നോക്കിയിട്ടാ പറയും. ഇനി മൂപ്പര് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഉദാഹരണ സഹിതം പറഞ്ഞ് മൂപ്പര് കുടുങ്ങാണ്. ആസിലത്തിന്റെ കുനൂത്ത് അല്ലേ, വിത്തറിലെ കുനൂത്ത്, ആ രണ്ട് കുനൂത്തി തന്നെയല്ലേ? രണ്ട് കുനൂത്തി എന്നല്ലേ? മൂപ്പരൊട്ടാകെ തെരഞ്ഞു നോക്കി കുനൂത്തല്ലാത്തൊരു ദ്വാ
നോക്കുമ്പോ കുനൂത്തുമല്ലാണ്ട് വേറെ ഒന്നും പോയി വീഴുന്നില്ല. നിസ്കാരത്തിലെ പരിശോധിച്ച് നോക്കുമ്പോഴേ ആ മൂപ്പര് ഇരുട്ട് തപ്പുന്നൊന്ന് കണ്ടോളിക്കും. ഉദാഹരണത്തിന് ഒരാൾ നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നു, ഇത്തരത്തിൽ കുനൂത്ത് ഓതുകയാണെന്ന് സങ്കല്പിച്ചോ. അതല്ലെങ്കിൽ ഒരു മുസ്ലിമീങ്ങൾക്ക് ഒരു പൊതു വിപത്തുണ്ടായപ്പോ രാഷ്ട്രത്തിന്റെ ഖാദി എന്ന് ഓർഡർ പുറപ്പെടുവിച്ചു, എല്ലാവരും വിപത്തിനെതിരെയുള്ള നാസിലത്തിന്റെ കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞപ്പോ ഇമാം കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നീ ഹിദായത്തിലാക്കിയവരെ പോലെ നീ എന്നെയും ഹിദായത്തിലാക്കണേ എന്ന് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മഅ്മൂമിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്നുവെങ്കിൽ സ്വന്തം കാര്യം പ്രാർത്ഥിച്ചിട്ട് മഅ്മൂമിനെ വഞ്ചിച്ചവനല്ലേ? അതിനെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചാണെങ്കിൽ മൗലവി കദുആഇൽ ഖുനൂതി എന്നല്ലാതെ വനഹ്വിഹി എന്ന് സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം എന്തിന് പറഞ്ഞു മൗലവി? വനഹ്വി എന്ന് അതിന്റെ കൂടെ കദുആഇൽ ഖുനൂതി വനഹ്വിഹി എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വാചകം ഉള്ള കാലത്തോളം മൗലവി ഈ കുടുക്ക് നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. വനഹ്വി എന്നെന്തിനു പറഞ്ഞു? എന്നാൽ മൗലവിക്ക് പറ്റിയൊരു അക്കിടിയുണ്ട്. ഇനി അതാ പറയാൻ പോകും. മൗലവി എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്താ വെല്ലുവിളി അറിയോ? സാദുൽ മഅദിൽ പറഞ്ഞത് നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ മൂപ്പരുണ്ട് ഒരു വെല്ലുവിളിക്കും. ആ വെല്ലുവിളി ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ എന്റെ മൗലവിക്ക് പറ്റിയ അക്കിടിയാണെന്ന് മനസ്സിലാ ഒന്ന് വെച്ചുവിട്ടവനെ. ഇതാണോ ചെയ്യേണ്ടത്? ഇനി സുഹൃത്തുക്കളെ മൂപ്പരോട് അപ്പൊ കണ്ടോ, സംഗതി മനസ്സിലായില്ലേ? ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളി. അപ്പൊ കേൾക്കുന്നവർക്കൊന്നുമില്ല, ആ ശരിയെന്നെ ടൈഡ് ഉണ്ടാവും. അപ്പറഞ്ഞ വിഷയത്തിലാണോ അത് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു, ആവർത്തിച്ച് ഉണ്ടെങ്കിലൊന്ന് പറയുന്നടുത്ത പ്രസംഗത്തില് ആ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണെന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയും. കാണാം മറുപടി ഇൻഷാ അല്ലാഹ്. എന്താ കാണിക്കുക? മൗലവി കാണിക്കാത്ത സാധനം എന്തെങ്കിലും കാണിക്കുമോ? ഇതുവരെ കാണിക്കാത്ത എന്തെങ്കിലും മൗലവി കാണിക്കാവോ? അവരതൊന്ന് കാണിക്കുന്നതാണ് അവർക്ക് വന്നിട്ട് ഏതാ കണ്ടത്? മുജാഹിദീകളൊക്കെ ഒന്ന് കാണട്ടെ നിങ്ങൾ കാണിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇയാൾ ഇക്കിടി പറ്റിയെന്നറിയോ? സാദുൽ മആദിൽ ഏതോ ഒരു മൗലവിയുടെ മൂപ്പർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. സാദുൽ മആദിന്റെ കോപ്പി ഇയാൾ ഇത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെ തന്നെ പൂർണ്ണമായി നോക്കിയിട്ടുണ്ടാവും. സാദുൽ മആദിൽ ഒരു സ്ഥലത്ത് ഈ ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ടെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അമ്മദ്ദുആഉ ബഅദ സലാമി മിനസ്സലാത്തി മുസ്തഖ്ബിലൽ ഖിബ്ലത്തി അവിൽ മഅ്മൂമീന ഫലം യകുൻ ദാലിക മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലൻ വലാ റുവിയാൻ ബിഇസ്നാദിൻ സഹീഹിൻ വലാ ഹസനിൻ വഅമ്മാ തഖ്സീസു ദാലിക ബിസലാത്തിൽ ഫജ്ർ വൽ അസ്രി ഫലം യഫ്അൽ ദാലിക ഹുവ വലാ അഹദുൻ മിൻ ഖുലഫാഇഹി വലാ അർസദ ഇലൈഹി ഉമ്മതഹു വഇന്നമാ ഹുവ ഇസ്തിഹ്സാനു റആഹു മൻ റആഹു ഇബദൻ മിന സുന്നത്തി ബഅദഹുമാ വല്ലാഹു അലം وعامة الأدعية المتعلقة بالصلاة إنما فعلها فيها وأمر بها فيها وهذا هو اللائق بحال المصلي فإنه مقبل على ربه يناديه ما دام في الصلاة فإذا سلم منها انقطع تلك المناجاة وزال ذلك الموقف بين يديه والقرب منه فكيف يترك سؤاله في حال مناجاته والقرب منه والإقبال عليه ثم يسأله إذا انصرف عنه ولا ريب أن عكس هذا الحال هو الأولى بالمصلي. ഈ ഇബാറത്ത് കണ്ടുപെട്ടതാ മൗലവി. എന്താ ഈ ഇബ്നുൽ ഖയ്യിം പറയുന്ന അറിയോ? ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്താ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അതിന്റെ മറുപടി പറഞ്ഞാ. ഇബ്നുൽ ഖയ്യിം പറയുന്നത് നിസ്കാരത്തിൽ സലാം വീട്ടിയ ശേഷം ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടോ മഅ്മൂമിലേക്ക് മുന്നിട്ടുകൊണ്ടോ ദുആ നടത്തുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് സുബീഖും അസറിനും മാത്രം അത് ചെയ്യുന്നത്, അത് ഖുലഫാഉർ റാഷിദീങ്ങളോ അല്ലെ നബിയോ ആരും ചെയ്തിട്ടില്ല, അതങ്ങനെ പ്രത്യേകം ഉമ്മത്തിലോട്ട് പഠിപ്പിച്ചിട്ടില്ല, അത് നല്ലതാണെന്ന് വിചാരിച്ചാരോ ചെയ്തതാണ്. എന്നിട്ട് മൂപ്പര് പറയാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിൽ ചെയ്യണമെന്നാണ് കൽപ്പനയും. കാരണം നിസ്കരിക്കുന്നവനാണല്ലോ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യനായവൻ. കാരണം അവൻ പടച്ചവനിലേക്ക് മുന്നിട്ട സമയം അതാണല്ലോ, അള്ളയുമായി ഈ സംഭാഷണ സമയം നിസ്കാരത്തിലാണല്ലോ. പിന്നെ നിസ്കാരത്തിൽ സലാം വീട്ടിയാൽ ആ സംഭാഷണം മുറിഞ്ഞില്ലേ, ആ അടുപ്പം നീങ്ങിയില്ലേ, പിന്നെ ആ സംഭാഷണം നടത്തുമ്പോൾ അള്ളാഹിനോടൊന്നും ചോദിക്കാതെ സംഭാഷണം കഴിഞ്ഞിട്ട് പടച്ചവനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയില്ലല്ലോ. ഈ ഉദ്ധരണി മൂപ്പർക്കാരോ എഴുതി കൊടുത്തിട്ടുണ്ടാവും വലിയ മൗലവിമാർ. ഇപ്പൊ മൗലവിന്റെ ധാരണ എന്താ അറിയോ? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനക്ക് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയില്ലെന്നും അത് സുന്നത്തില്ലെന്നും അത്
മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയോണ്ട് ആ മൂപ്പര് വലിയ വെല്ലുവിളിച്ചത് എന്ത്? അക്കിതാബിൽ പറഞ്ഞത് അക്കിതാബോട് തെളിയിക്കാൻ കഴിയോ നിസ്കാരത്തിന് ശേഷമുള്ളതാണ്. കാരണം ഇത് വായിക്കാന്ന് വിചാരിച്ചിട്ടാ മൂപ്പരത് ചെയ്തിട്ടുണ്ടാകുക. മൗലവി ഇക്കോണിയുമ കൂടി ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ കയറിയതെങ്കിൽ ഇക്കോണി ഇപ്പൊ പേരോട് വെച്ചിക്കോട്ട് മാറ്റിയാണ് നിങ്ങൾ അതിന്റെ മുകളിൽ ഇറങ്ങലുണ്ടാവില്ല. ശരിക്കും മനസ്സിലാക്കി. ഇവര് കൈബിൽ ജ്യോതി പറഞ്ഞത് എന്താ? അതിന്റെ ബാക്കി വായിക്കണം മൗലവി. അപ്പൊ തിരിയും ഇവര് കൈ പറഞ്ഞ എന്താണ്? അതിന്റെ ബാക്കി വായിക്കണം മൗലവി. അപ്പൊ തിരിയും ഇവര് കൈ പറഞ്ഞ എന്താണ്? കേട്ട ബാക്കി ഇല്ല അന്നഹാഹുനാ നുക്തത്തൻ ലതീഫ. പക്ഷേ ഇവിടെ വേറൊരു പോയിന്റ് പറയാനുണ്ട്. വഹുവ, അതെന്താണ് ആ പോയിന്റ്? അന്നൽ മുസല്ലിയ, നിശ്ചയമായി നിസ്കരിക്കുന്ന ആള് ഇദാ ഫറഗ മിൻ സലാത്തിഹി, അയാൾ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞാൽ വദക്കറല്ലാഹ, എന്നിട്ട് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിയാൽ, വഹല്ലലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, വസബ്ബഹു, എന്റെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, വകബ്ബറഹു, അല്ലാഹു അക്ബർ ചൊല്ലിയാൽ, വഹമിദഹു, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ, ബിൽ അദ്കാരിൽ മസ്റൂഅതി, ശറഇൽ വന്ന ദിക്റുകളായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയതൊക്കെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന ആള് ചൊല്ലിക്കഴിഞ്ഞാൽ, എപ്പോ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഉസ്തുഹിബ്ബലഹു അഖീബ സ്വലാത്തി, നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് പറയാണ്, ഉസ്തുഹിബ്ബലഹു അൻ യുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക്, ദിക്റൊക്കെ ചൊല്ലിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിസ്കാര ശേഷം സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. വയദുവ ബിമാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന ദുആ നടത്തലും അപ്പോൾ സുന്നത്താണ്. അപ്പൊ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്താ? നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ദുആ നടത്തിയല്ല വേണ്ടത്, ദിക്റും സലാത്തും ചൊല്ലിയിട്ടാണ് ദുആ നടത്തൽ സുന്നത്ത്. ദിക്റും സലാത്തും ചൊല്ലുന്നതിന് മുമ്പ് സലാം വീട്ടിയ ഉടനെ ഒരു ദുആ നടത്തലല്ല, ദിക്റും ദുആയും നടത്തിയിട്ട് ദുആ നടത്തുകയാണ് വേണ്ടത് എന്നാണ് സഹോദരന്മാരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ ഉടനെ ദിക്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഉസ്തുഹിബ്ബലഹു അൻ യുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക, നബി തങ്ങളുടെ പേരിൽ സലാത്തും ചൊല്ലിയിട്ട് വയദുവ ബിമാ ശാഅ, ഉദ്ദേശിക്കുന്ന ദുആ നടത്തൽ അവന് സുന്നത്താണ്. നിസ്കരിക്കുന്നവന് അതിന് ഇമാമും പെട്ട് മഅ്മൂമും പെട്ട് എല്ലാവരും പെട്ട് ദുആ സുന്നത്ത് തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വയഖൂലു ദുആഹു വഖീബ ഹാദിഹിൽ ഇബാദത്തി സാനിയ ലാ ലികൗനിഹി ദുബുറ സലാത്തി, നിസ്കാരത്തിന്റെ ഉടനെയായതിന്റെ പേരിലല്ല ദുആ, ഈ കൊണ്ടുവരുന്ന മഹത്തായ ദിക്റിന്റെയും സലാത്തിന്റെയും ശേഷമായത് കൊണ്ടാണ് ദുആ സുന്നത്താകുന്നത്. വയഖൂലു ദുആഹു വഖീബ ഹാദിഹിൽ ഇബാദത്തി സാനിയ ലാ ലികൗനിഹി ദുബുറ സലാത്തി, അത് ഈ രണ്ടാമത്തെ ഇബാദത്തിന്റെ ശേഷമായ വകയിലാണ്, നിസ്കാരത്തിന്റെ ഉടനെയായ വകയിലല്ല. ഇതാണ് മൂപ്പര് പറയുന്ന ആശയം. അതിന് മൂപ്പര് പിന്നീട് തെളിവും പറയുന്നു, ഹദീസ് ഉദ്ധരിക്കുന്നു. എന്താ ഹദീസ്? ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഫഇന്ന കുല്ല മൻ ദക്കറല്ലാഹ വഹമിദഹു വഅസ്ന അലൈഹി വസല്ല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്തുഹിബ ലഹു ദുആ വഖീബ ദാലിക കമാ ഫീ ഹദീസ് ഫളാലത്ത് ബിൻ ഉബൈദ് ഇദാ സല്ല അഹദുകും ഫല്യബ്ദഅ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി സുമ്മ യുസല്ലി അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യദൂ ബിമാ ശാഅ. ഖാല തിർമിദി ഹദീസുൻ സഹീഹുൻ, സഹീഹായ ഹദീസാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സഹാബത്ത്, ആ സഹാബത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെ പറയുകയാണ്, ഇദാ സല്ല അഹദുകും, നിങ്ങളിൽ വല്ലവരും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫല്യബ്ദഅ ബിഹംദില്ലാഹി, അവൻ അൽഹംദുലില്ലാഹ് ചൊല്ലട്ടെ, വസനാഇ അലൈഹി, അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സലാത്ത് ചൊല്ലട്ടെ, സുമ്മ യദൂ ബിമാ ശാഅ, പിന്നെ ഉദ്ദേശിച്ച പ്രാർത്ഥന നടത്തട്ടെ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം തന്നെ അവിടെ പറയുകയാണ്. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ ഇബ്നുൽ ഖയ്യിം നിസ്കാരത്തിന്റെ ഉടനെ ദിക്റും ദുആയും നടത്തുന്നതിന് മുമ്പൊരു ദുആ, അങ്ങനെ സുന്നത്തില്ല എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ട്. ദിക്റും ദുആയും സലാത്തും കഴിഞ്ഞ സുന്നത്താണ് തന്നെയാണ് അയാളും പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ദിക്റും ദുആയും സലാത്തും കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ദുആ നടത്തുമ്പോ അത് കൂട്ടുപ്രാർത്ഥനയാക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. നിസ്കാരം വകയിൽ ദുആ ഇല്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന് മർദൂദും തള്ളപ്പെടേണ്ടതാണ്. കാരണം ധാരാളം ഹദീസിൽ നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദുആ എന്ന നിലക്ക് തന്നെ ദുആ വന്നിട്ടുണ്ട്.
ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി അവസാനം പറയുന്നു, വഫഹിമ കസീറും മിമ്മൻ ലഖീനാഹു, നമ്മൾ കണ്ടെത്തിയ പലരും മനസ്സിലാക്കി, മിനൽ ഹനാബിലത്തി, ഹംബലി മദ്ഹബിൽപ്പെട്ട, അന്ന മുറാദ ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ദേശം നഫിയു ദുആഇ ബഅദ സ്വലാത്തി മുത്ലഖൻ, നിസ്കാരത്തിന് ശേഷം നിരുപാധികം ദുആ ഇല്ലെന്ന് നിഷേധിക്കലാണെന്ന് ചിലര് മനസ്സിലാക്കി. വലൈസ കദാലിക, ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് നിരുപാധികം നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ലെന്നല്ല. ഫഇന്ന ഹാസില കലാമിഹി, ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ ആകത്തുക അന്നഹു നഫാഹു ബിഖൈദി ഇസ്തിംറാർ ഇസ്തിഖ്ബാലിൽ മുസല്ലിൽ ഖിബ്ലത വഇറാദിഹി ബഅദ സലാം, നിസ്കരിക്കുന്ന വ്യക്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ദുആ സുന്നത്തില്ലെന്നും, അതുപോലെ സലാം കഴിഞ്ഞ ഉടനെ സലാമിന്റെ ശേഷം ദുആ കൊണ്ടുവരുന്നത് പ്രത്യേകം സുന്നത്തില്ലെന്നുമാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ ഉദ്ദേശം. വഅമ്മാ ഇദം ഫതല ബിവജ്ഹിഹി, എന്നാ മുഖം കൊണ്ട് തിരിഞ്ഞിരുന്നാൽ, ഔ ഖദ്ദമൽ അദ്കാറൽ മസ്റൂഅത, അല്ലെങ്കിൽ ശറഇൽ വന്നിട്ടുള്ള ദിക്റുകളൊക്കെ ആദ്യം കൊണ്ടുവന്നാൽ, ഫലാ യംതനിഉ ഇൻദഹു ലിതിയാന ബിദുആഇഹി നൈദിൻ, ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായത്തിലും അപ്പോൾ ദുആക്ക് തടസ്സമില്ല. അയാളുടെ അഭിപ്രായത്തിലും ദിക്ർ കഴിഞ്ഞാ ദുആ ഉണ്ട് കേട്ടോ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ കിതാബ് തവാത്തിൽ അത് രേഖപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിലെ ആദ്യത്തെ വാചകം ഏതോ മൗലവിമാര് ഈ ഷാർജയിലെ സാധുവിനെ എഴുതി കൊടുത്തപ്പോ അത് കണ്ടിട്ട് പെട്ടുപോയതാണ് മൗലവി. അതാ മൗലവി നിങ്ങൾ ആ കിതാബ് കൊണ്ട് തെളിയിക്കൂ എന്നൊക്കെ ആനത്തല പോലെയുള്ള വെല്ലുവിളി കൊണ്ടുവന്നത്. പക്ഷേ മൗലവി കിതാബ് ഓതി പഠിക്കാത്തത് കൊണ്ടാണ് കേട്ടോ.